കേരളത്തിലെ മീഡിയ മൊത്തം ആഘോഷിച്ച ഒന്നാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ഡിവോഴ്സും ദിലീപിന്റെയും കാവ്യ മാധവന്റെയും വിവാഹവും. എന്നാൽ ഈ വിവാഹത്തിന് ശേഷം ദിലീപും കാവ്യയും മീഡിയയുടെ മുമ്പിൽ നിന്നും തികച്ചും അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയാം. ഒരു ക്യാമറയുടെ മുമ്പിൽ പോലും ഇരുവരും പിന്നീട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തന്റെ പുതിയ മൂവിയായ ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ പ്രമോഷന് പോലും ദിലീപ് എത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വളരെ നാളത്തെ മൗനത്തിന് ശേഷം ദിലീപ് ഒരു മാധ്യമത്തോട് തന്റെ മനസ്സ് തുറന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു മൂവിയുടെ പ്രമോഷന് പോലും ദിലീപ് വന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഇതാണ്: ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഇപ്പോൾ എന്നെ വേണ്ട, എന്റെ സിനിമകൾ കാണുന്നില്ല എന്നൊക്കെ. മൂവി റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുക്കുന്നുള്ളൂ എന്ന ഒരു തീരുമാനത്തിലായിരുന്നു. തന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നതെന്നും ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചഴക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് തളരില്ല എന്ന് ഉറപ്പിച്ചിട്ട് പോലും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു എന്നാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. പിന്നെ മീനാക്ഷി ഓർത്തു മാത്രമാണ് അത് വേണ്ട എന്ന് വിചാരിച്ചത്. തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു നോക്കാനാണ് എല്ലാവർക്കും താല്പര്യം. തന്റെ ജീവിതത്തിലെ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം കാവ്യ എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ആദ്യ വിവാഹം തകരാൻ കാരണം കാവ്യ അല്ലെന്ന് ദൈവത്തെ മുൻനിർത്തി ദിലീപ് പറയുന്നു. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ശക്തമായ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിലാണ് സങ്കടകരമായ ചിലതുണ്ടാവുന്നതും. മകളുടെ ഭാവി ഓർത്തു മാത്രമാണ് മൗനം പാലിക്കുന്നത്. ആദ്യ ഭാര്യ നല്ലൊരു ജീവിതം നയിച്ച് അവരുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്റെ മകളുടെ പഠിപ്പ്, ഭാവി, ഇത് മാത്രമാണ് ഇപ്പോൾ എന്റെ ഉത്കണ്ഠ. മറ്റൊരു ചിന്തയും തന്റെ മനസ്സിലില്ലെന്നും ദിലീപ് പറയുന്നു. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ദിലീപിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോയും ഷെയർ ചെയ്തിട്ടുണ്ട്. കോമഡി പ്രോഗ്രാം അവതരിപ്പിക്കാൻ വൈകി എത്തിയതിനെ തുടർന്ന് സിനിമ സീരിയൽ താരം അസീസിനെ സംഘാടകർ തല്ലി. അസീസിനുണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ പ്രതികരിച്ച് അജു വർഗീസ് രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ അസീസിനുണ്ടായ ആക്രമണം കേട്ടപ്പോൾ ഞെട്ടിപ്പോയെന്നും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നും അജു പ്രതികരിച്ചു. ഇത്രയും ക്രൂരമായിട്ട് ഒരു മനുഷ്യനെ ആക്രമിച്ചവർക്ക് തക്ക ശിക്ഷ ലഭിക്കണമെന്നും അജു പറഞ്ഞു. ചലച്ചിത്ര സീരിയൽ താരവും കോമഡി ഷോയിലെ നിത്യസാന്നിധ്യവുമായ അസീസിനെയാണ് സംഘാടകർ തല്ലിച്ചതച്ചത്. ശനിയാഴ്ച 11-നായിരുന്നു സംഭവം. വെള്ളറടയ്ക്കൽ ഒരു പ്രോഗ്രാമിനെത്താൻ വൈകി എന്നതിനെ തുടർന്നാണ് സംഘാടകർ അസീസിനെ മർദ്ദിച്ചത്. 9:30 പ്രോഗ്രാം തുടങ്ങണം എന്നാണ് കരാറെങ്കിലും വിദേശത്ത് പ്രോഗ്രാം കഴിഞ്ഞെത്തിയ ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആയത് കാരണം താൻ എത്താൻ വൈകുമെന്ന് നേരത്തെ സംഘാടകരെ വിളിച്ചറിയിച്ചതാണ്. പ്രോഗ്രാം തുടങ്ങാൻ വൈകി എന്ന കാരണത്തെ തുടർന്നാണ് അസീസിനെ മർദ്ദിച്ചത്. മർദ്ദിച്ച് അവശനാക്കിയിട്ടും പ്രോഗ്രാം ചെയ്തിട്ട് പോയാൽ മതി എന്നായിരുന്നു സംഘാടകരുടെ നിലപാട്. ഈ സംഭവത്തിൽ 2 പേർ പോലീസ് പിടിയിലായിട്ടുണ്ട്. 10 പേരടങ്ങുന്ന സംഘമാണ് കലാകാരന്മാരെ ആക്രമിച്ചത്. അസീസ് ഇപ്പോൾ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഭവത്തിൽ അസീസിന്റെ കർണപടം തകർന്നു എന്ന് പോലീസിനോട് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്.